ഇന്ത്യൻ ഗവൺമെന്റ് CAA എല്ലാ സ്റ്റേറ്റിലും ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷങ്ങൾക്ക് മുന്നേ അപ്രൂവൽ ഒക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ CAA എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയും പേര് ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത്? ഇവിടെ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, കുറെ പേര് ഈ CAA എതിർക്കുവാണ്. ചിലരൊക്കെ എന്താ പറയുന്നത് വെച്ചാല്, അപ്പൊ ഇന്ത്യയിലുള്ള മുസ്ലിംസ് ഒക്കെ ഇനി എന്ത് ചെയ്യും? ഇന്ത്യയിലുള്ള മുസ്ലിംസിനൊന്നും ഇനി സിറ്റിസൺഷിപ്പ് ഇല്ലേ എന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് ആൻഡ് പറ്റുന്നത്രയും ഈ CAA എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ ബേസിക്കലി നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ CAA എന്ന് വെച്ചാൽ എന്താണ് എന്നതാണ്. ബട്ട് അതൊക്കെ നമ്മൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ ഒരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഈ കോൺവെർസേഷന് എവിടുന്നാ തുടങ്ങിയ എന്ന് ഞാൻ പറഞ്ഞേക്കാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഒരു 2 ദിവസങ്ങൾക്ക് മുന്നേ അമിത്ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, ഒരിടത്ത് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇലക്ഷന് മുന്നേ, ഇനി ഒരു 1-2 മാസത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ് ഇന്ത്യയിൽ. ബട്ട് ആ ഇലക്ഷന് മുന്നേ ഞങ്ങൾ ഇന്ത്യയിൽ CAA ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. ബട്ട് എങ്ങനെയാ അത് അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്? ഈ ഇലക്ഷൻ ഡേറ്റ് ഇനി കുറച്ച് ദിവസങ്ങളിൽ അവരങ്ങ് പറയും. ഇലക്ഷൻ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ പാസ് ചെയ്യാൻ ഇച്ചിരി പാടായി പോകും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ട്വീറ്റ് എന്താന്ന് വെച്ചാൽ, ദ റൂൾസ് അണ്ടർ ദ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് 2019. These rules, called the Citizenship Amendment Rules, will enable the persons eligible under CAA 2019 to apply for grant of Indian citizenship. Indian citizenship അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ CAA ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുക. ഓക്കെ, ഫസ്റ്റ് ഈ CAA എന്താന്ന് വെച്ചാൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ 3 കൺട്രീസിൽ നിന്ന്, അതായത് 3 മുസ്ലിം മെജോറിറ്റി കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുസ്, സിഖ്സ്, ക്രിസ്ത്യൻസ്, പാരീസ്, അതായത് ബേസിക്കലി നോൺ മുസ്ലിംസ്, മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരില്ലേ, അതായത് അവരുടെ നാട്ടിൽ അഫക്റ്റ് ആയി, അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ നാട്ടിൽ അഫക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വന്ന ജനങ്ങൾക്ക് ജനറലി സിറ്റിസൺഷിപ്പ് എടുക്കണമെങ്കിൽ ബേസിക്കലി ഏകദേശം 11 വർഷം എടുക്കും. അതായത് അവർക്ക് നമ്മുടെ നാട്ടിൽ സിറ്റിസൺഷിപ്പ് എടുക്കാൻ 11 years എടുക്കും. ബട്ട് അത് കുറച്ച് 6 വർഷത്തിൽ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ആ നിയമമാണ് CAA. മനസ്സിലായോ? അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന 3 മുസ്ലിം കൺട്രീസിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വരുന്ന നോൺ മുസ്ലിംസിന്, ഓക്കെ അവർ അങ്ങനെ നോൺ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് എന്നാലും ബാക്കി എല്ലാ മതങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി നമുക്ക് മനസ്സിലാക്കാം, മുസ്ലിം ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാം, നോൺ മുസ്ലിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന നോൺ മുസ്ലിംസ് ആയ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശിലുള്ള ആൾക്കാർക്ക് നേരത്തെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ CAA. ഇതിനെന്തിനാണ് ഇത്രയും ഒപ്പോസിഷൻസ്? എന്തിനാണ് ഇതിനെ ഇത്രയും പേര് എതിർക്കുന്നത്? ഇത് നല്ല കാര്യമല്ലേ? അഭയാർത്ഥികൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ, ഇതിനെ എതിർക്കുന്ന ആൾക്കാർ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്നവർ ഹെൽപ്പ് ചോദിച്ചാണ് വരുന്നത്. അപ്പൊ ഹെൽപ്പ് ചോദിച്ച് വരുന്നവരോട് എന്തിനാണ് ഈ ഹിന്ദു മുസ്ലിം എന്ന ഡിഫറൻസ് ഒക്കെ നോക്കുന്നത്? അവരിപ്പോ ഈ 3 കൺട്രീസിൽ നിന്നല്ല, ലോകത്ത് ഏത് കൺട്രിയിൽ നിന്ന് വേണേലും വന്നോട്ടെ, അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അഭയം കൊടുക്കാം. ബട്ട് അവൻ മുസ്ലിം ആണെങ്കിൽ 11 വർഷം, മുസ്ലിം അല്ലെങ്കിൽ 6 വർഷം എന്ന് പറയുന്ന ആ ഒരു കണക്ക് തെറ്റാണ് എന്നാണ് ഇവർ പറയുന്നത്. സോ ഇതാണ് അവരുടെ പോയിന്റ്. റിലിജൻ ബേസ് ചെയ്ത് നമ്മൾ ഒരാളെ എക്സ്ട്രാ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നത് ശരിയല്ല എന്നതാണ് എതിർക്കുന്ന പാർട്ടിക്കാർ പറയുന്നത്. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അപ്പുറത്ത് തമിഴ്നാട്ടില് ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. 30 വർഷം തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്. ബട്ട് ഈ നിയമം കാരണം അവർക്ക് ഒരു ഗുണവും ഇല്ല. കാരണം ഇത് 3 കൺട്രീസിൽ നിന്ന് വന്നവർക്കേ ഉള്ളൂ ഈ CAA. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ശ്രീലങ്ക ഇല്ല. സോ ശ്രീലങ്കയിൽ നിന്ന് വന്നവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. സോ ഇത് തമിഴ്നാട്ടിൽ ഒരു വലിയ എതിർപ്പായിട്ട് അവർ പറയുന്നു. ആൻഡ് മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫ്യൂച്ചറിൽ
NRCയിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. ഈ NRC എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ കാണുന്നതിന് മുന്നേ ആസാമിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ആസാമിൽ മാത്രമല്ല, മിസോറം, വെസ്റ്റ് ബംഗാൾ, ഇവിടെ എല്ലാം ഇത് ഇനിയും വലിയ പ്രശ്നമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതുവഴി, അതായത് ഈ മെത്തേഡ് വഴി കുറെ ബംഗ്ലാദേശീസ് ഈ ഇന്ത്യയിലോട്ട് വന്നവരൊക്കെ കാണില്ലേ, അവർ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് പെട്ടെന്ന് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബട്ട് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശീസ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറി വരും. അതായത് ഈ വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ ഓൾറെഡി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജോലിയൊന്നും എല്ലാവർക്കും നേരെ ഇല്ല, ജോലി സാധ്യതകളൊക്കെ കുറവാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ബംഗ്ലാദേശികളും അങ്ങോട്ട് കയറി വന്ന് അവിടെ ഉള്ള ജോലികൾ അവരും കൂടി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ജോലിയില്ലായ്മ ആ സ്റ്റേറ്റിൽ വരും എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റിൽ, ആ ഏരിയയിലുള്ള, ആ ഈസ്റ്റ് സൈഡിലുള്ള സ്റ്റേറ്റിലുള്ള എല്ലാ ജനങ്ങളും ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ CAക്കെതിരെ വന്നിരിക്കുന്ന പാർട്ടീസ് മെയിൻ ആയിട്ട് പറയുന്ന 3 പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് ഈ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുടെ സൈഡ്. എന്നാൽ ഇത് പ്രൊപ്പോസ് ചെയ്ത ഗവൺമെന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ 3 കൺട്രീസിലും ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഇവരൊക്കെ മതപരമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി അതിനുവേണ്ടിയാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CAA ലീഡ് ചെയ്യുന്നത് NRC എന്ന് പറഞ്ഞ വേറൊരു കാര്യത്തിലേക്കാണ്. ഇപ്പോ നിലവിൽ CAA മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം, CAA മാത്രമേ വന്നിട്ടുള്ളൂ, NRC വന്നിട്ടില്ല. CAA എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ 11 വർഷം എന്നുണ്ടായിരുന്നത് കുറച്ച് 6 വർഷമായിട്ട് മാറ്റി. ഇതാണ് CAA. അത് ക്ലിയർ ആയല്ലോ. ബട്ട് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് NRC ആയിരിക്കും എന്നാ കുറെ പേര് പറയുന്നത്. ബട്ട് NRC കൊണ്ടുവന്നിട്ടില്ല. NRC ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ പറയുന്നത്. സോ ഈ NRC എന്ന് വെച്ചാൽ എന്താണ്? NRC എന്ന് വെച്ചാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. ഈ NRC എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ പൗരനും അവര് ഇന്ത്യൻ ആണ് എന്ന് തെളിയിക്കണം എന്ന്. ഇതെങ്ങനെയാ ഒരാൾ പ്രൂവ് ചെയ്യുന്നത് ഞാൻ ഇന്ത്യൻ ആണ് എന്ന്? ഇത് എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, അതായത് നിങ്ങളുടെ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ഒക്കെ ഇന്ത്യയിലാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ജനിച്ചിരുന്നത് എന്നൊരു കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കണം എന്ന് പറയുന്നു. ഓക്കെ, ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഇത് ഇന്ത്യയിൽ കുറെ പേർക്ക് അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഇന്ത്യയിലാണ് ജീവിച്ച് എന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതൊന്നും ഒപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരൊക്കെ ഇന്ത്യക്കാരായിരുന്നു എന്നൊരു കാര്യത്തിൽ അവരുടെ കയ്യിൽ പ്രൂഫ് ഒന്നും കാണത്തില്ല. കുറെ പേരുടെ കാണത്തില്ല, ആരുടെയും കയ്യിൽ കാണത്തില്ല. അതുകൊണ്ട് ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ പ്രൂഫ് കാണിക്കുക എന്നത് ഭയങ്കര പാടാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെന്ന് വെച്ചോ, ഈ CAA എന്തുവാ പറയുന്നത്? നിങ്ങൾ ഒരു നോൺ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ 6 വർഷത്തിന് മുകളിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. അതായത് നിങ്ങളൊരു ഇന്ത്യൻ ആണ് എന്ന് കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്, നോൺ മുസ്ലിം ആണെങ്കിൽ മാത്രം. സോ ഈ NRC CAയുടെ കൂടെ ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത് മനസ്സിലായോ? ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ജീവിച്ചിരുന്ന ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഒന്നും അവർക്ക് കാണിക്കാനും പ്രൂവ് ചെയ്യാനും പറ്റിയില്ലെങ്കിൽ പോലും അവർ ഇന്ത്യൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ അവർക്ക് CAA യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് CAA എന്തുവാ പറയുന്നത്? മുസ്ലിംസിന് അത് പറ്റത്തില്ല. മുസ്ലിംസിന് 11 വർഷം വേണം എന്നാ പറയുന്നത്. സോ ബാക്കിയുള്ളവർക്ക് 6 ഇയേഴ്സും മുസ്ലിംസിന് 11 ഇയേഴ്സും ആണ് കണക്ക് വരുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കുറെ പേര് NRC ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിൽ കൊണ്ടുവന്ന് CAയുടെ കൂടെ കമ്പൈൻ ചെയ്ത് അവർ യൂസ് ചെയ്യും എന്ന് പറഞ്ഞാണ് കുറെ പേര് CAയെ ഇപ്പൊ തന്നെ എതിർക്കുന്നത്. ഈ ഗവൺമെന്റ് എന്തോ പറയുന്നത് വെച്ചാൽ CAA വേറെ NRC വേറെ, ഇത് രണ്ടും കൂടെ എടുത്ത് മിക്സ് ചെയ്യല്ലേ എന്നാ പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി CAA. ഇതാണ് ഈ CAനെ എല്ലാവരും എതിർക്കാനുള്ള കാരണവും ഇതൊക്കെയാണ്. ഇപ്പോ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് CAA ആണ്. CAക്ക് കുറെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓപ്പോസിഷൻ പാർട്ടിയായ കോൺഗ്രസ് ആണെങ്കിൽ ഇന്ന് ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ അവർ പറയുന്ന പോയിന്റ്, നീ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഓക്കെ, ബട്ട് എന്തിനാണ് മതം ബേസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത്? മതം ബേസ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യും എന്നതാണ് ഇവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. BJP ഭരണത്തിൽ വന്ന സമയത്ത് അവരുടെ വൺ ഓഫ് ദ മേജർ പ്രോമിസസ് ഇന്ത്യയിൽ CAA ഇംപ്ലിമെന്റ് ചെയ്യും എന്നതാണ്. സോ കറക്റ്റ് ആയിട്ട് ഇലക്ഷന് മുന്നേ അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ
അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇത് ഇലക്ഷൻ ടൈമിൽ അവർക്ക് ഗെയിൻ ആകും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു ഇലക്ഷൻ ഗിമിക്കാണ് എന്ന് മമതാ ബാനർജി ആരോപണം വെക്കുന്നുണ്ട്. സോ ഇത് എതിർക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? CAA നല്ല കാര്യമാണ് എന്നാണോ കരുതുന്നത്, അല്ലെങ്കിൽ അല്ല ഇത് തെറ്റാണ് എന്നാണോ കരുതുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഈ കാര്യത്തിനെ കുറിച്ച്, അതായത് CAA ആയിക്കോട്ടെ, NRC ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.